നമ്മുടെ അക്കൗണ്ട് ബുക്ക് ആപ്ലിക്കേഷനിൽ ഗ്രൂപ്പുകൾ നമ്മൾ കണ്ടു. നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പല ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ബേസിക് ഗ്രൂപ്പുകൾ, അവയ്ക്ക് കീഴിൽ സബ് ഗ്രൂപ്പ് ഒക്കെ ഉള്ളതായിട്ട് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് സബ് ഗ്രൂപ്പ്? ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ എക്സ്പെൻസിൻ്റെ കീഴിൽ, ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കീഴിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ അക്കൗണ്ടുകളുണ്ട്. ഇപ്പോൾ വാട്ടർ ചാർജ്, ഗ്രോസറി, ഇലക്ട്രിസിറ്റി ചാർജ്, മിസ്സലേനിയസ് എക്സ്പെൻസ്, റെൻ്റ് എക്സ്പെൻസ്, ഇതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ ചില ചിലവുകൾ ഒരുമിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പാക്കിയിട്ട് അക്കൗണ്ടുകളെ ഒരു ഗ്രൂപ്പാക്കി മാറ്റാം. ആ ഗ്രൂപ്പിനെ മൊത്തത്തിൽ വരുന്ന ചിലവുകളെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ വാട്ടർ ചാർജ്, ഗ്രോസറി, ഇലക്ട്രിസിറ്റി ചാർജ്, ഈ മൂന്നെണ്ണം കൂടി ചേർത്തിട്ട് നമ്മളൊരു ഹോം എക്സ്പെൻസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ആ ഗ്രൂപ്പിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കീഴിൽ മറ്റൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഗ്രൂപ്പ് ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോം എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കീഴിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഗ്രൂപ്പിൻ്റെ കീഴിലാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം, എന്നിട്ട് സേവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കീഴിൽ ഹോം എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് കാണും. പക്ഷേ ഇപ്പോഴും ഈ ഇലക്ട്രിസിറ്റി, ഗ്രോസറി, വാട്ടർ ചാർജ് ഇതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കീഴിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്കത് ഹോം എക്സ്പെൻസിൻ്റെ കീഴിലേക്ക് വരുത്തണമെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി ചാർജിനെ സെലക്ട് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളത് മാറ്റി നമുക്കതിനെ ഹോം എക്സ്പെൻസിൻ്റെ കീഴിലാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കീഴിൽ ഹോം എക്സ്പെൻസിൻ്റെ കീഴിൽ ഇലക്ട്രിസിറ്റി ചാർജ് വരും. ഇതേപോലെ തന്നെ ഇപ്പോൾ ഗ്രോസറി അതിൻ്റെ കൂടുതലേക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഗ്രോസറി സെലക്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അവിടെ ഹോം എക്സ്പെൻസ് കൊടുക്കുക. അതായത് ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ പകരം ഹോം എക്സ്പെൻസ് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഡയറക്റ്റ് എക്സ്പെൻസ് കീഴിൽ ഹോം എക്സ്പെൻസിന് കീഴിൽ ഇലക്ട്രിസിറ്റി ചാർജും ഗ്രോസറി ചാർജും. ഇപ്പോൾ സപ്പോസ് വാട്ടർ ചാർജും കൂടി അതിലേക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ വാട്ടർ ചാർജ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഹോം എക്സ്പെൻസ് കൊടുക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസിന് കീഴിൽ ഹോം എക്സ്പെൻസിൻ്റെ കീഴിലാണ് ഈ മൂന്ന് അക്കൗണ്ടുകൾ: ഇലക്ട്രിസിറ്റി ചാർജ്, ഗ്രോസറി, വാട്ടർ ചാർജ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു അക്കൗണ്ടിനെ ഒരു ഗ്രൂപ്പിൽ വേറെ ഗ്രൂപ്പിലേക്ക് മാറ്റാനും പ്രയാസമില്ല, അതേപോലെ ഗ്രൂപ്പ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ ഇത് നമ്മുടെ അക്കൗണ്ടിങ്ങിനെ കുറച്ചും കൂടി ഈസിയാക്കും. നമുക്ക് റിപ്പോർട്ടുകളൊക്കെ അതനുസരിച്ച് ലഭ്യമാകും. ഇനി റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ നമുക്കതിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാവും.